എത്ര വ്യക്തമാണ്. നിങ്ങളെ കൊണ്ടുവരി. ഞങ്ങൾ ഈ പേരോണ്ട് കാണിച്ചതുപോലെ ഞങ്ങളെ മശായിഖന്മാരെ വാദത്തിലോ ഞങ്ങൾ പ്രസംഗിക്കുന്ന വാദത്തിലോ സുന്നത്ത് ജമാഅത്തിന് എതിരുണ്ടെങ്കിൽ കൊണ്ടുവരി. അത് നിങ്ങളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആൺകുട്ടുണ്ടെങ്കിൽ കൊണ്ടുവരി. നിങ്ങള് അതിനൊക്കെ നിങ്ങൾ ഒരുപാട് ജന്മം ഇനിയും ജനിക്കണം കേട്ടോ. എല്ലാ ആവശ്യങ്ങളും വീട്ടിത്തരാൻ എല്ലാ പവറും അല്ലാഹു തന്ന ശൈഖവറുകളെ, ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങൾ വീട്ടിത്തരണം, ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണം. നേർക്ക് നേരെയുള്ള തേട്ടം. അതാണ് ഖുതുബിയത്തിന്റെ വരികൾ, അതാണ് മങ്കൂസിന്റെ വരികൾ. എന്നാൽ ഇവിടെ പ്രശ്നം വന്നത് എവിടെ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? വെറും ഇടപെടലിന്റെ ലോകത്തേക്ക് കയറിപ്പോയി. ഈ ഒരു നേർക്ക് നേരുള്ള ചോദ്യം എന്ന സംഭവം തന്നെ ഒഴിവാക്കി. സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ വെറുതെ പറയല്ല. അയാൾ വന്നോട്ടെ, ഒന്നുകൂടി അയാൾ പറയട്ടെ. പഴയ ഒരു പ്രസംഗം കൂടി, സ്വന്തം പ്രസംഗത്തിന് മറുപടി പറയല്ലേ, പറയട്ടെ ഒന്നുകൂടി. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകളെ സമീപത്ത് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ശൈഖ് അവറുകളെ, എന്റെ ഉപ്പ മരിച്ചുപോയി, കുറച്ച് ദിവസമായിരുന്നു. ഇന്നലെ ഞാൻ ഉപ്പയെ സ്വപ്നത്തിൽ കണ്ടു. ഉപ്പ എന്നോട് ചോദിക്കുന്നു, മോനെ എന്റെ അവസ്ഥ നീ അറിയുമോ? ഞാൻ വലിയ ശിക്ഷയിലാ മോനെ, ഞാൻ വലിയ അദാബിലാണ്. നിങ്ങളാ ഔസുല്ലാലമില്ലേ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു, അവരെ ദർബാറിൽ ചെന്ന് പറയണം എന്റെ കാര്യത്തിൽ ഇടപെടാൻ. ആ ചെറുപ്പക്കാരൻ അന്ന് രാവിലെ ഓടിപ്പോയി ഔസുല്ലാലം തങ്ങളെ ഹദറത്തിലെത്തി പറഞ്ഞു, എന്റെ ഉപ്പ മരിച്ചുപോയി. ആ ഉപ്പ ഇന്നലെ സ്വപ്നത്തിൽ വന്നു, എന്നോട് പറഞ്ഞു ഒരു ശിക്ഷയിലാണ്, അദാബിലാണ്, അവരെ കാര്യത്തിൽ നിങ്ങളൊന്ന് ഇടപെടണം. ഒറ്റ ചോദ്യമാണ് ഔസുല്ലാലം ചോദിച്ച ചോദ്യം. മോനെ, നിന്റെ ഉപ്പ ഈ മദ്രസയുടെ വാതിലിലൂടെ ഒന്ന് വിട്ടുകിടക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഒന്ന് വന്നു പോയിട്ടുണ്ടോ? അതറിയേണ്ടതുണ്ട്. ഒന്നുകൂടി അയാൾ പറയട്ടെ. പഴയ ഒരു പ്രസംഗം കൂടി, സ്വന്തം പ്രസംഗത്തിന് മറുപടി പറയല്ലേ, പറയട്ടെ ഒന്നുകൂടി. ചെറുപ്പക്കാരൻ മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസം ഉപ്പ വന്നിട്ട് പറയുന്നു, രക്ഷപ്പെട്ടു മോനെ, രക്ഷപ്പെട്ടു. എന്റെ വിഷയത്തിൽ ഇടപെട്ടു, എന്റെ ശിക്ഷ മുഴുവനും പോയി. എന്നെ സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി എന്നൊക്കെ പറയില്ല വലിയ, അതിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ട ഇയാൾക്കാണ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.